ബഹുമാനികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് അവന്റെ വിശുദ്ധമായ ഭവനത്തിൽ വിജ്ഞാനത്തിന്റെ സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മെ ഖബൂൽ ചെയ്യുകയും പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കും മറ്റ് ജനങ്ങൾക്കും ഉപകാരപ്രദമാക്കി തരുകയും ചെയ്യുമാറാവട്ടെ. ഇഹ്യാ ഉലൂമുദ്ദീൻ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ വ്യവഹാരങ്ങളിലും ജീവിതങ്ങളിലും ആവശ്യമാകുന്ന ധാരാളം അദബുകളും മര്യാദകളും നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട്. ആതിഥ്യ മര്യാദയും സദ്യ ഒരുക്കുന്നതിൻ്റെയും അത് സപ്ലൈ ചെയ്യുന്നതിൻ്റെയൊക്കെ ചില മര്യാദകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ് ആ ഭാഗം തൽക്കാലം നിർത്തി വേറെ വിഷയങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കടക്കാം. ആമുഖമായി സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റന്നാൾ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി നിലാവ് കാണുകയാണെങ്കിൽ വെള്ളിയാഴ്ച പകൽ റബീഉൽ അവ്വൽ 1 വെള്ളിയാഴ്ച രാവ് റബീഉൽ അവ്വൽ മാസത്തിലെ 1ാമത്തെ രാവാണ്. പിറന്ന് നിന്ന് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും വെള്ളിയാഴ്ച രാവ് എല്ലാ മാസങ്ങളിലും ഏത് വെള്ളിയാഴ്ച രാവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട രാത്രിയാണ്. പകൽ അതുപോലെ തന്നെ സ്വലാത്ത് കൂടുതലായി ചൊല്ലേണ്ട സമയമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ്, അവിടുത്തെ അത്യത്ഭുതകരമായ ആ ജനനം, ആ ജന്മത്തിൽ സന്തോഷിക്കാത്ത ഒരു സൃഷ്ടിജാലവുമില്ല. മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൽ സന്തോഷിക്കാതിരിക്കാൻ സാധ്യമല്ല. പിന്നെ എന്തുകൊണ്ടാണ്, എന്തിന്റെ പേരിലാണ് ഒരു സത്യവിശ്വാസി സന്തോഷിക്കുക? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സന്തോഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന്റെ പേരിലാണ് സന്തോഷിക്കുക? റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ഒരു മുഅ്മിൻ അതിന്റെ പേരിൽ സന്തോഷിക്കാൻ പാടില്ല എന്ന ഒരു നഹി, ഒരു വിരോധമെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അത് മുഹാലായ ഒരു സങ്കല്പമാണ്. ഞാൻ പറയാം, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് തക്ലീഫും ആലായുത്താക്കും, അംഗീകരിക്കാനും സ്വീകരിക്കാനും നടപ്പിലാക്കാനും സാധിക്കാത്ത മുഹാല് കൊണ്ട് ഉള്ള ഒരു കീർത്തനയാകുമായിരുന്നു. കാരണം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലും അവിടുത്തെ മദ്ഹ് പറയലും ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. നമ്മുടെ കേരളക്കരയിൽ ജീവിച്ച് പ്രകാശം ചൊരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അങ്ങേയറ്റത്തെ ഇഷ്ടക്കാരനായി
പരിശുദ്ധ റൗള ശരീഫിൽ ചെന്ന് അനുരാഗത്തിന്റെയും സ്നേഹത്തിന്റെയും മഹബത്തിന്റെയും ആഴക്കടലിൽ ഓളിയിട്ടിറങ്ങി ഖൽബിന്റെ അടിത്തട്ടിൽ നിന്ന് ഇളകി വന്ന ഒരു ഇഷ്കിന്റെ മഹബത്തിന്റെ സ്നേഹത്തിന്റെ പദ്യശകലങ്ങളുണ്ട്. സ്വല്ലൽ ഇലാഹു എന്നാണ് അതിന്റെ പേര്. അത് നമ്മുടെ കേരളക്കരയിൽ ജീവിച്ച മഹാനായ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടേതാണ്. അത് മാത്രമല്ല, നിരവധി കാവ്യ സമാഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. ഈ സ്വല്ലല്ലാഹു അലൈഹി ബൈത്താണ് നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ. നബി തങ്ങളെ സ്നേഹിക്കലും സ്നേഹിച്ചാൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ പറയുക എന്നത് അത് സ്വാഭാവികമാണ്. സ്നേഹമുണ്ട്, പക്ഷെ ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ കുറിച്ച് യാതൊന്നും പറയില്ല. അദ്ദേഹത്തെ, ആ വ്യക്തിയെ പ്രശംസിച്ച് പ്രകീർത്തിച്ച് യാതൊന്നും പറയില്ല. അത് ലോകനീതിക്കെതിരാണ്. സ്നേഹിക്കപ്പെടുന്ന, മഹബത്ത് വെക്കപ്പെടുന്ന ആളിനെ കുറിച്ച് പറയുന്നത്, സ്വന്തം പറയുന്നത് മാത്രമല്ല, വേറൊരാള് പറഞ്ഞ് കേൾക്കുന്നതും വളരെ താല്പര്യമാണ്. അതാർക്കാണ് മനസ്സിലാകാത്തത്? അതുകൊണ്ട് നബി തങ്ങളെ സ്നേഹിക്കലും നബി തങ്ങളെ മദ്ഹ് ചെയ്യലും ഖൈറുൽ അമൽ, അത് സൽപ്രവർത്തനങ്ങളിൽ ഏറ്റവും ഖൈറായ സൽക്കർമ്മമാണ്. വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ, അത് കാരണമായി ഇലാഹായ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ആഗ്രഹങ്ങളൊക്കെ അവനക്ക് സഫലീകരിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്, വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അവന്റെ ഉദ്ദേശങ്ങളും അവന്റെ ഇഷ്ടങ്ങളും അവന്റെ ആഗ്രഹങ്ങളും അല്ലാഹു തആല അവന് പൂർത്തീകരിച്ചു കൊടുക്കും. വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ. തന്നെയുമല്ല, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത്, ആ ശഫാഅത്ത് കൊണ്ട് നബി തങ്ങൾ ആ മനുഷ്യനെ മദ്ഹ് ചെയ്ത, സ്നേഹിച്ച മനുഷ്യനെ അനുമോദിക്കും. നബി തങ്ങളുടെ ശഫാഅത്ത് അവന് ലഭിക്കും. ഇലാഹായ റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലങ്ങളും അനുഭൂതികളും ആസ്വദിക്കപ്പെടുന്ന നിലക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുക, തങ്ങളെ പ്രകീർത്തിക്കുക, അതൊരു വിശ്വാസിയുടെ, ഒരു മുഅ്മിനിന്റെ ആവേശമാണ്, അഭിലാഷമാണ്, ഉന്മേഷമാണ്. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കാതെ ഉള്ളത്? ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചത് ആരാണ്? മദ്ഹ് ചെയ്തത് ആരാണ്? അത് ലോകസൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു തന്നെയാണ്. അവനാണ് ഏറ്റവും കൂടുതൽ അവന്റെ മുത്തുനബിയെ സ്നേഹിച്ചത്. അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റ് എല്ലാ നബിമാരും മുർസലീങ്ങളും അല്ലാഹുവിന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു സ്നേഹം വേറെ ആർക്കുമില്ല. അല്ലാഹു ഏറ്റവും സ്നേഹിച്ച സൃഷ്ടിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുല്ലാഹ്, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഉണ്ട്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. അങ്ങനെ പ്രത്യേകമായ ടൈറ്റിലുള്ള മുർസലീങ്ങളും നബിമാരും ഉണ്ട്. ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം ഉണ്ട്. പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി അതേ സഹാബത്ത് റളിയല്ലാഹു അൻഹും ഒരിക്കൽ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് സഫിയ്യുല്ലാഹ്, അല്ലാഹു തആല സ്ഫുടം ചെയ്ത ആളാണ്, അല്ലാഹുവിന്റെ സഫിയാണ് ആദം അലൈഹിസ്സലാം. അതേ മൂസാ നബി കലീമുല്ലാഹി എന്ന പേരുള്ള ആളാണ്. ഈസാ നബി റൂഹുള്ളയാണ്.
ഇബ്രാഹിം നബി ഖലീലുള്ളയാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ, അമ്പിയാക്കളെ, മുർസലീങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അത് നല്ലൊരു അമലാണ്, അംഗീകാരത്തിന്റെ വാക്കുകളാണ് നബി തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, സന്തോഷമുണ്ട്. ആദം സഫിയുള്ള അങ്ങനെ തന്നെയാണ്, ശരിയാണ്. അതെ, ഈസാ റൂഹുല്ലാഹ് അത് ശരിയാണ്. മൂസാ കലീമുല്ലാഹ് സത്യമാണ്. ഇബ്രാഹിം ഖലീലുല്ലാഹ് അത് വാസ്തവമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ഒന്നുണ്ട്. അലാ വഅന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. അത് കലീമിനേക്കാൾ, റൂഹുള്ളയേക്കാൾ, ഖലീലുള്ളയേക്കാൾ മറ്റ് എന്തെല്ലാം പ്രത്യേകതകളും ശ്രേഷ്ഠതകളും സവിശേഷതകളും നബിമാർക്ക്, മുർസലീങ്ങൾക്ക് പറയപ്പെട്ടിട്ടുണ്ടോ, അതിനെല്ലാം അതിനേക്കാളൊക്കെ വലിയ ടോപ്പാണ് ഹബീബുല്ലാഹ് എന്ന് പറയുന്നത്. അന സയ്യിദു ഉൽദി ആദം, ആദം സന്തതികളുടെ മുഴുവൻ മനുഷ്യരുടെയും നേതാവാണ് ഞാൻ. ലിവാഉൽ ഹംദ് എന്ന പതാക എന്റെ കയ്യിലാണ്. ആദം വമൻ ദൂനഹു തഹ്ത ലിവാഇ, ആദം നബി അലൈഹിസ്സലാമും മറ്റ് കഴിഞ്ഞുപോയ അമ്പിയാക്കളും മുർസലീകൾ മുഴുവനും എന്റെ ചുവടെയാണ്, എന്റെ കൊടിക്കീഴിലാണ്. ഇതൊന്നും ഒരു ഫഖർ പറയുന്നതല്ല, അഹങ്കാരത്തിന്റെ പറച്ചിലല്ല, അഭിമാനമാണ്. അല്ലാഹു തആല ചെയ്തിട്ടുള്ള, അല്ലാഹു തആല കൊടുത്തിട്ടുള്ള നിഅമത്താണ്, ചെയ്ത അനുഗ്രഹമാണ്. എല്ലാവർക്കും അറിയുന്ന ആയത്താണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുമ്മ അന്റെ മുഖറബീങ്ങളായ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു. നമ്മൾ സാധാരണ ഓതും കേൾക്കും, അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ? അല്ലാഹു തആല സ്വലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു അനാദ്യനാണ്, അവന് തുടക്കമില്ല, അവൻ ഖദീം അസലാണ്, അവൻ ഇല്ലാത്തൊരു സമയം എപ്പോഴും അല്ലാഹു തആല ഉണ്ടല്ലോ. അപ്പൊ ആ അല്ലാഹു തആല നബിതങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു. ഇന്നല്ലാഹ, അവൻ സ്വലാത്ത് നിർവഹിക്കുന്നു. അപ്പൊ നേരത്തെ സ്വലാത്ത് നിർവഹിക്കുമോ? അള്ളാന്റെ ഹബീബ് ഉണ്ടോ? ഉണ്ട്. നബിതങ്ങൾ, ആ നബിതങ്ങളുടെ നൂറാണ് ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ലൗഹും ഖലമും, അതുപോലെ മറ്റ് സർവ ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ആദ്യമായി സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറാണ്. അത് സംബന്ധമായ ഹദീസുകളുണ്ട്. ഇത് പരക്കെ അറിയപ്പെട്ട സംഗതിയാണ്, നിഷേധിക്കാൻ കഴിയുന്ന സംഗതിയല്ല. അതിനെ ആദ്യം പഠിച്ചത് അവ്വലുമാ ഖലഖല്ലാഹുൽ ഖലം എന്ന ഹദീസ് ഒന്നും അതിന് എതിരല്ല. അവല്, ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ അത് ആദ്യങ്ങൾ ഉണ്ടാവും. ഏറ്റവും ആദ്യം, നിരുപാധികം ആദ്യം. ഒരു പ്രസംഗത്തിന്റെ തുടക്കത്തിലെ അല്ലെങ്കിൽ ഒരു പരിപാടിയുടെ തുടക്കത്തിലെ ആദ്യമേ ഞാനുണ്ട് എന്ന് പലർക്കും പറയാം. ഒരാള് പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ ഉണ്ട്. ഒരൊറ്റ കുട്ടി ആ പ്രസംഗത്തിലും സദസ്സിലും വരുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഞാനുണ്ട്. വേറൊരാൾ പറഞ്ഞു ഞാനും ആദ്യം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാല് ആളുകളും വന്ന് നേതാക്കന്മാരൊക്കെ എത്തി, പണ്ഡിതന്മാരൊക്കെ എത്തി, ആ സമയത്ത് ഞാനുണ്ട്. വേറൊരാൾ പറഞ്ഞു ഞാൻ നേരത്തെ ആദ്യം ഉണ്ട്. അയാൾ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട ആ യോഗത്തിന്റെ സമ്മേളനത്തിന്റെ കാര്യപരിപാടികൾക്കൊക്കെ ഞാനുണ്ട് എന്നാണ്. ആദ്യം പറഞ്ഞാണല്ലോ, അതാണ് ഏറ്റവും ആദ്യം, നിരുപാധികം എന്ന പോലെ ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് നൂർ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ ഒന്നുണ്ട്. അല്ലാഹു തആല സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. മലക്കുകളെ സൃഷ്ടിപ്പിക്കപ്പെട്ടതു മുതൽ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നു. ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കണം.
നബി തങ്ങൾക്ക് സലാം പറയണം. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇത് വിശദീകരിച്ചാൽ ഒരുപാട് പറയാനുണ്ട്. കാരണം അല്ലാഹു തആല മറ്റ് നബിമാർക്കും മുർസലീങ്ങൾക്കും കൊടുത്തിട്ടുള്ള ശ്രേഷ്ഠതകളും അതുപോലെ അവരുടെ മൗജിദത്തുകളും എന്തുണ്ടോ അതിനേക്കാളൊക്കെ ഏറ്റവും ഉയർന്നതാണ് അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. നീട്ടി പരത്തി പറയാൻ സമയമില്ല, ചുരുക്കി പറയട്ടെ. നിങ്ങൾ ഇവിടെ തന്നെ ഈ ആയത്തിന്റെ അടുത്ത് പരിശോധിച്ച് നോക്കി. അല്ലാഹു തആല സ്വലാത്ത് നിർവഹിക്കും. ആദം നബി അലൈഹിസ്സലാമിന് മലക്കുകളെ കൊണ്ട് അല്ലാഹു തആല സുജൂദ് ചെയ്യിപ്പിച്ചു. അല്ലേ? ഇങ്ങോട്ടും എല്ലാവരും ഉറങ്ങുന്നുണ്ടോ? ആദം നബിക്ക് മലക്കുകൾ സുജൂദ് ചെയ്തു. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഉസ്ജുദൂ ലി ആദം. അതിൽ അല്ലാഹു പങ്കെടുത്തിട്ടുണ്ടോ? അല്ലാഹു സുജൂദിലുണ്ടോ? ഇല്ല. അല്ലാഹു ഇല്ല. മലക്കുകളോട് സുജൂദ് ചെയ്യാം. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടോ? ഇല്ല. അത് ഒരു സമയത്ത്, ഒരു പ്രത്യേക സമയത്ത് നിർവഹിച്ച് കഴിഞ്ഞു. മുഅ്മിനീങ്ങളോട് ആരോടെങ്കിലും വിളിച്ചിട്ട് അങ്ങനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞോ? ഇല്ല. അതുമില്ല. ഇവിടെ എന്താ ചെയ്തത്? അല്ലാഹു തആല സ്വലാത്ത് നിർവഹിക്കുന്നു. അതിങ്ങനെ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. മലക്കുകളും സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു പങ്കെടുത്തു, അവന്റെ മലക്കുകൾ പങ്കെടുത്തു. അതുകൊണ്ട് നിർത്തിയില്ല. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ സ്വലാത്തും സലാമും ഖിയാമത്ത് വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നബി തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കപ്പെടാത്ത ഏത് സമയമാണ് ലോകത്ത് കഴിഞ്ഞു പോകുന്നത്? ആഗോളാടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് നടക്കാത്ത ഏതെങ്കിലും സമയമുണ്ടോ? ഉണ്ടോ? ഇല്ല. നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോഴെല്ലാം മുഅ്മിനീങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നു. സുബ്ഹാനല്ലാഹ്. നിസ്കാരത്തിൽ നിർബന്ധമായ സ്വലാത്ത് നിർവഹിക്കുന്നു നബി തങ്ങളുടെ മേൽ. ദുആഇന്റെ തുടക്കത്തിലും മധ്യത്തിലും ഒടുവിലും നബി തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കപ്പെടുന്നു. സദസ്സുകൾ തുടങ്ങുമ്പോൾ സ്വലാത്ത്, പ്രസംഗം തുടങ്ങുമ്പോൾ സ്വലാത്ത്, സദസ്സ് പിരിയുമ്പോൾ സ്വലാത്ത്. മുമ്പുള്ള ആളുകളൊക്കെ എന്തൊക്കെ മറന്നുപോയാൽ അത് ഓർമ്മ വരാൻ വേണ്ടി ഇങ്ങനെ സ്വലാത്ത്. അങ്ങനെ സ്വലാത്ത് നിസ്കാരവും ബാങ്കും ബാങ്കിന്റെ ശേഷമുള്ള ദുആയും അതിനുള്ള സ്വലാത്തും, അങ്ങനെ നിക്കാഹിന്റെ ഖുത്ബയും അതിനുള്ള സ്വലാത്തും, സദസ്സുകളുടെ സ്വലാത്തും, അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ആഗോളാടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയലും നബി തങ്ങളുടെ സ്വലാത്ത് നിർവഹിക്കലും ഇല്ലാത്ത ഒരു മൈക്രോ സെക്കൻഡ് പോലും ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല എന്നതാണ് ശരി. പിന്നെന്തിനാ നമ്മൾ പഠിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യാൻ. ആരാണ് മദ്ഹ് ചെയ്യാത്ത? ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ മഹാന്മാരും ഗദ്യത്തിലോ പദ്യത്തിലോ നബി തങ്ങളെ പ്രകീർത്തിക്കാതെയില്ല. നോക്കൂ, നിങ്ങൾ സഹാബത്തിന്റെ കഥ ആലോചിച്ചു നോക്കൂ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ന് പറയുന്ന ഒരു പ്രഗൽഭനായ സ്വഹാബിയുണ്ട് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പാടിയത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദാ ശഖ മഅറൂഫും മിനൽ വജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമാ വഖുലൂബുനാ ബിഹി മുഖിനാതുൻ അന്ന മഖാല വഖിഉ യബീതു യുജാബി ജംബഹു അൻ ഫിറാശിഹി ഇദാ തസ്ഖലത് ബിൽ മുശ്രികീനൽ മവാജിഉ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കുറിച്ച് ചൊല്ലിയ പദ്യമാണ്. നമ്മളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്, അതൊരു അഭിമാന പറച്ചിലാണ്. വഫീനാ റസൂലുള്ളാഹ്, നമ്മളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്കിടയിൽ ഉണ്ട്. റസൂൽ ഉണ്ട്.
അന്ന ഫീകും റസൂലല്ലാഹ് വഫീനാ റസൂലുള്ളാഹ്. ആ റസൂലിന്റെ പ്രവർത്തനം എന്താണ്? യത്ലൂ കിതാബഹു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം, പരിശുദ്ധമായ കിതാബ് പാരായണം ചെയ്യുന്നു. നബി തങ്ങളുടെ ഒരു സൽക്കർമ്മമാണ്. യത്ലൂ കിതാബഹു ഇദൻ സഖ മഅറൂബുൻ മിനൽ ഫജ്രി സാത്തിഉ, പ്രത്യേകം പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്ത്, പ്രഭാതത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കിതാബ് പാരായണം ചെയ്യുന്നു. വഅൻ അത്ലുവൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സൂറത്തുൻ നംലിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വഅൻ അത്ലുവൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി കൽപ്പന ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ പാരായണം ചെയ്യാണ്. അതെന്ത് ഖിറാഅത്തായിരിക്കും നിങ്ങൾ ആലോചിച്ചത്? ഒരു സാധാരണ ഖിറാഅത്താണോ അത്? നമ്മുടെ ഇടയിൽ തന്നെയുള്ള നല്ല ഹാഫിളീങ്ങൾ ഖുർആൻ പാരായണത്തിന്റെ നിയമം തജ്വീദ് നല്ല പോലെ അറിയാവുന്ന, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന നല്ല ശബ്ദമുള്ള ഈണമുള്ള ഹാഫിളുകൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് രോമാഞ്ചമുണ്ടാകുന്നു. രോമക്കുത്തി ഇങ്ങനെ രോമം എടുത്തു പിടിക്കുന്നു. എന്തൊരു ഭംഗിയാണ് ആ ഖിറാഅത്ത്. അപ്പൊ പിന്നെ മാ അദിനല്ലാഹു ലിശൈഇൻ മാ അദിന ലിനബിയ്യിൻ യതഗന്നാ ബിൽ ഖുർആൻ. സ്വഹീഹുൽ ബുഖാരിയിലും മറ്റുമുള്ള ഹദീസാണ്. എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ താൽപര്യത്തോടുകൂടെ കേൾക്കുന്ന മറ്റൊരു സംഗതിയുമില്ല. ഒരു നബി പാരായണം ചെയ്യുമ്പോൾ ആ പാരായണത്തെ താല്പര്യത്തോടെ സന്തോഷത്തോടെ കേൾക്കുന്നത് പോലെ വേറെ ഒരു സംഗതിയും അല്ലാഹു തആല കേൾക്കുന്നില്ല. അവൻ നബിയുടെ പാരായണം എന്ന് പറയുന്നത് തന്നെ അല്ലാഹുവിന് വലിയ താല്പര്യമാണ്. അപ്പോ എല്ലാ നബിമാരുടെയും നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പാരായണം എത്രമാത്രം അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ്, അതെത്രമാത്രം ഈണമുള്ളതാണ്. നബി തങ്ങളുടെ ഖിറാഅത്തിനെ സംബന്ധിച്ച്, പരിശുദ്ധ ഖുർആന്റെ പാരായണത്തെ സംബന്ധിച്ച് സഹാബികൾ ഏറെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ കടക്കുകയല്ല. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്ന നേതാവായ നബി തങ്ങൾ നമ്മളിലുണ്ട്. എന്നിട്ട് പിന്നെ പറയാണ് അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂന ബിഹി മുഖിനാതുൻ അന്ന മാ ഖാല വാഖിഉ. അറാനൽ ഹുദാ ബഅദൽ അമാ, അന്ധത ബാധിച്ചു കിടക്കുന്ന, സത്യം കാണാതെ അന്ധതയിൽ കഴിയുന്ന നമുക്ക് ആ നബി തങ്ങൾ സത്യം കാണിച്ചു തന്നു, നേർമാർഗം കാണിച്ചു തന്നു. അറാനൽ ഹുദാ ബഅദൽ അമാ. അതുകൊണ്ട് തന്നെ ഫഖുലൂബുനാ ബിഹി മൂഖിനാതുൻ, ആ നബി തങ്ങളെ കൊണ്ട് ശരിക്കും ഉറപ്പിച്ചവരാണ്. ആ നബി തങ്ങൾ എന്ത് പറഞ്ഞാലും അത് പുലരുമെന്ന് ഉറപ്പിച്ചവരാണ്. ആ നബി തങ്ങൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതൊക്കെ സന്മാർഗമാണെന്ന്, തങ്ങൾ എന്ത് പറഞ്ഞാലും പ്രവചിച്ചാലും അത് 100% കൃത്യമായി സംഭവിക്കുമെന്ന് ഉറപ്പിക്കുന്നവരാണ് നമ്മുടെ ഹൃദയങ്ങൾ. എന്നിട്ട് പറയാ യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദാ തസ്ലത് ബിൽ മുശ്രികീന അൽ മളാജിഉ. ആളുകളൊക്കെ നന്നായി ഗാഢനിദ്രയിലായിരിക്കുന്ന സമയത്ത് ആ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ തിയറിയും പറഞ്ഞ് പ്രഖ്യാപിച്ചു പോയ ആളല്ല. കുറെ നന്മകളുടെ പട്ടിക ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചങ്ങ് പോയ ആളല്ല. കഴിവിന്റെ പരമാവധി എന്തെല്ലാം അവിടത്തേക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം സ്വന്തത്തിൽ ചെയ്ത് കാണിച്ചു കൊടുത്ത, പ്രാക്ടിക്കലായി നിർവഹിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങൾ എന്ത് ചെയ്യുന്നു? പകൽ സമയത്ത് നബി തങ്ങൾക്ക് തീരാത്ത പ്രബോധന പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ നബി തങ്ങൾക്ക് വിശ്രമം എവിടെയാണ്? യബീതു യുജാബി ജംബഹു അൻ ഫിറാശിഹി. അവിടുന്ന് ഒരല്പസമയം രാത്രി കിടന്ന് ഉറങ്ങുന്നതിനിടയിൽ അതാ ആ വിരിപ്പിൽ നിന്ന് അവിടുത്തെ സർപ്പാക്കപ്പെട്ട പാർശ്വഭാഗം അകന്നിങ്ങ് പോരുകയാണ്. യബീതു യുജാബി ജംബഹു അൻ ഫിറാശിഹി ഇദ തസ്ഖലത് ബിൽ മുശ്രികീന അൽ മമാജിഉ. മുശ്രികീങ്ങളും അതുപോലെ മറ്റു പല ജനങ്ങളും ഇങ്ങനെ വലിയ നന്നായി കിടന്നുറങ്ങുന്ന സമയത്ത് ആ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. പാതിരാ സമയത്ത് എഴുന്നേറ്റ് ധാരാളമായി നിസ്കരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചു. ഇനി കേൾക്കണോ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. ഹസ്സാൻ ഇബ്നു സാബിത്തിനെ കേൾക്കാത്തവരുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഷാഇർ. ശത്രുക്കൾ പലതും ആരോപണങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ പദ്യത്തിൽ വലിയ കഴിവുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾ കവിതയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ ദീനിനെ ആക്ഷേപിക്കുമ്പോൾ കവിതയ്ക്ക് കവിത കൊണ്ട് തന്നെ മറുപടി പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ വലിയ അനുഗ്രഹവും അതേ പ്രാർത്ഥനയും നേടിയ വലിയ സഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നബി തങ്ങളെ ഇങ്ങനെ പാടി പുകഴ്ത്തി പറഞ്ഞു അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സി. അല്ലാഹുവേ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഈ എന്റെ ഹസ്സാനിനെ നീ ശക്തിപ്പെടുത്തേണമേ. ധാരാളമായി എന്റെ മദ്ഹ് പറയാൻ, എനിക്ക് എതിരെ വരുന്ന ക്രൂരമ്പുകളെ അതേ നിലക്ക് തിരിച്ചടിക്കാനും പ്രതികരിക്കാനും ഈ ഹസ്സാനിന് നീ ശക്തി പകരണമേ, ശക്തി കൊടുക്കണമേ. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സി. എത്രയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പ്രകീർത്തിച്ചത്. ഒരു പദ്യം പ്രസിദ്ധമായിട്ടുള്ളതാണ്. വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. നബിയേ, അങ്ങേപോലെ ഉത്തമനായ, അങ്ങേപോലെ നല്ല ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ ദൃഷ്ടി കണ്ടിട്ടില്ല. വാജിമല മിങ്കലം തലിദിൻ നിസാഉ. തങ്ങളെപ്പോലെ ഭംഗിയുള്ള ഒരാളെയും ഒരു ഉമ്മയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء. എന്നിട്ട് പറഞ്ഞു ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി. എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമാക്കപ്പെട്ട നിലയ്ക്ക് ഒരു ന്യൂനതയുമില്ലാതെ അവിടത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. തങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, തങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തങ്ങളെ സൃഷ്ടിക്കപ്പെട്ടതുപോലെ ഇരിക്കുന്നു. നമുക്ക് ആർക്കും നമ്മുടെ സൃഷ്ടിപ്പ് പൂർണ്ണമായ സൃഷ്ടിയൊന്നുമല്ല. നമ്മളെ മുടി വേറൊരാളെ മുടി കാണുമ്പോ അതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. പല്ല് എല്ലാരും വല്ലവരും പോലെ നല്ല നിറമുള്ള തിളങ്ങുന്ന പോലെ ഉണ്ടാവും, അങ്ങനെ അല്ലാത്തതും ഉണ്ടാവും. അങ്ങനെ പലതും കാണാം. നമ്മളാരും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഉദ്ദേശിക്കുന്നത് പോലെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റിയ ആരുമില്ല.
നബി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു ഹസ്സാൻ റളിയല്ലാഹു അൻഹു കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ, തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലി. അങ്ങനെ പല സഹാബികളും ചൊല്ലിയിട്ടുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോകപ്രസിദ്ധമായ കിതാബുർ റിസാലയുടെ തുടക്കത്തിൽ ഹംദ് ചെയ്തതിന് ശേഷം ആ കിതാബിന്റെ പ്രാരംഭത്തിൽ നബി തങ്ങളുടെ മേലൊരു വലിയ സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ സ്വലാത്താണ്. നബി തങ്ങളുടെ മേൽ സ്വലാത്ത് പറയുമ്പോൾ ചൊല്ലുമ്പോൾ ഇടയിൽ നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൂടാ എന്ന് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക് എന്നൊരു സ്വലാത്തുണ്ട്. ആ സ്വലാത്തിന്റെ പേര് നാരിയത്തു സ്വലാത്ത് എന്ന് പറയാറുണ്ട്. വളരെ പരിപൂർണമായ ഒരു സ്വലാത്താണത്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു റിസാലയുടെ തുടക്കത്തിൽ പറഞ്ഞ സ്വലാത്ത്, ആ സ്വലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നുണ്ട്. ഈ ലോകത്തോ പരലോകത്തോ നമുക്ക് എന്തെങ്കിലും ഒരു നിഅമത്ത് കിട്ടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആപത്തും മുസീബത്തും തട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അറിയിക്കുന്ന വാചകം. അതുപോലെ നിരവധി മദ്ഹുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയത്. റിസാലയുടെ അതിന്റെ തുടക്കത്തിൽ ആർക്കും അതെടുത്തു നോക്കിയാൽ കാണാം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് വിവരം കുറഞ്ഞിട്ടാണോ? വിവരത്തിന്റെ കുറവുണ്ടോ? തൗഹീദിന്റെ കുറവുണ്ടോ? മുത്തഖ്വയുടെ കുറവുണ്ടോ? എന്തെങ്കിലും കുറവുണ്ടോ? ആരാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു? തന്റെ കാലത്ത് ഒരു സയാൻസി ഇരട്ടയെ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സയാൻസി ഇരട്ടയുണ്ട്. ആ കുട്ടി കുറച്ച് വലുതായിട്ടുണ്ട്, ഒരു പെണ്ണാണ്. അപ്പോൾ ആ സയാൻസി ഇരട്ടയെ സംബന്ധിച്ചുള്ള മസാലകളൊന്ന് പഠിക്കണമല്ലോ, അത് ലോകത്ത് നിലനിർത്തണമല്ലോ. അതേ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിയാൽ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാൻ സാധ്യതയുള്ള മുഴുവൻ വിഷയങ്ങൾക്കും അതിൽ പരിഹാരം പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ കണ്ട് ഈ സയാബിസി ഇരട്ടയുടെ നിയമങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി, അത് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അത് പഠിക്കാൻ വേണ്ടി പിന്നെ ഒരു വൈദ്യൻ, ഒരു ഡോക്ടർ ചികിത്സിക്കാൻ വേണ്ടി ഒരു അന്യ പെണ്ണിനെ കാണാൻ മസലയുണ്ട്. അതുപോലെ ഒരുപക്ഷെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് ആ പെണ്ണിനെ ഈ പഠനാവശ്യത്തിന് വേണ്ടി കാണാമായിരിക്കും. പക്ഷേ അത്തരം സാധ്യതകളോ അത്തരത്തിലുള്ള മസലകളോ ഒന്നും നോക്കാതെ ഇമാം ശാഫിഈ റളിയല്ലാഹു ചരിത്രത്തിൽ കാണാം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആ പെണ്ണിന്റെ പിതാവിന്റെ അടുത്ത് പോയി, എന്നിട്ട് 100 ദീനാറാണ് മഹർ കൊടുത്തിട്ട് നിക്കാഹ് ചെയ്ത് ആ പെണ്ണിനെ നോക്കി വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയതിന്റെ ശേഷം തലാഖ് ചൊല്ലി ഒഴിവാക്കിയിട്ട് പോന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ആ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയ സ്വലാത്ത് ഇവിടെയാണ് ലോകത്ത് ഒരു കുട്ടിക്കും സ്വലാത്തുൻ നാരിയയിൽ എന്തെങ്കിലും ഒരു അപാകത ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല, ഒരാൾക്കും കഴിയില്ല, ആധികാരികമായി ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില. ആദ്യം തന്നെ പറഞ്ഞെന്താ? അല്ലാഹുവേ നീ സ്വലാത്ത് നിർവഹിക്കണേ. ഏത് സ്വലാത്ത്? കാമിലത്തായ സ്വലാത്ത് അല്ലേ? സ്വലാത്തിന് പറയാറില്ലേ? ഏറ്റവും കാമിലായ പരിപൂർണമായ കാമിലത്തായ സ്വലാത്ത്. നീ സലാം നിർവഹിക്കണേ, സലാമൻ താമൻ, അതും പരിപൂർണമായ സലാം.
സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ ആലമേലെ അലാ സയ്യിദിനാ മുഹമ്മദ് ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അലാ സയ്യിദിനാ മുഹമ്മദ് ആ നബി ആരാണ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് ആ നബി മുഖേന കെട്ടിക്കുടുക്കുകളെല്ലാം അഴിഞ്ഞു പോകും ഇല്ലേ അഴിഞ്ഞു പോകില്ലേ വയളവ അൻഹും യസ്റഹും വല്ലഗലാൽ അല്ലദീ കാനത് അലൈഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന പരിഹരിക്കപ്പെടാത്ത പ്രശ്നമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് സഹാബത്ത് പറഞ്ഞത്. അതൊരു സാധാരണ ആൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണോ? തികച്ചും അഭൗതികമായി മുഅ്ജിസത്ത് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന എത്ര പ്രശ്നങ്ങളാണ്. അതിന്റെ സൊല്യൂഷൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖേന നടന്നത്. അതുകൊണ്ട് തൻഹല്ലു ബിഹിൽ ഉഖദ് തീർച്ചയായും എല്ലാ ും കെട്ടുകളും നബിതങ്ങൾ മുഖേന അഴിഞ്ഞു പോകും. തൻഹല്ലു ബിഹിൽ ഉഖദ് വതംഫരിജു ബിൽ ഖുറബ് ബുദ്ധിമുട്ടുകൾ ആ നബി മുഖേന എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിന്റെ പവർ കൊണ്ട് ഖുർബത്തുകൾ ബുദ്ധിമുട്ടുകൾ മന്നഫസാൻ അഖീഹി ഖുർബതൻ മിൻ ഖുറബി ദുനിയ ല്ലേ ഹദീസ് പറഞ്ഞില്ലേ ഒരാള് തന്റെ സഹോദരനെ കൊണ്ട് ദുനിയാവിലെ ഒരു ഖുർബത്ത് ഒരു ബുദ്ധിമുട്ട് നീക്കിയിട്ട് ആശ്വാസം കൊടുത്താൽ സാധാരണ ഒരു മനുഷ്യർക്ക് തന്നെ സാധിക്കുന്ന സംഗതിയാണ്. എവിടെയാണ് തെറ്റ്? ആർക്കാണ് തെറ്റ് കൊണ്ട് കാണിക്കാൻ കഴിയുക? ഖുർബത്തുകൾ ബുദ്ധിമുട്ടുകളെല്ലാം തുറസായി പോകും, പരിഹരിക്കപ്പെട്ടു പോകും. ആ നബി മുഖേന ഹാജത്തുകൾ വീട്ടപ്പെടും അല്ലേ? സാധാരണ ഹാജത്തുകൾ വീട്ടപ്പെടും. സാധാരണ ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത ഹാജത്തുകളും അല്ലാഹു തആല നബി തങ്ങൾ മുഖേന കൂട്ടിക്കൊടുക്കും. എത്ര വെള്ളമില്ലാത്ത സമയത്ത് അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈവിരലിനിടയിലൂടെ ലോകത്തെ ഏറ്റവും നല്ല ശുദ്ധമായ ജലം, ഏറ്റവും ശ്രേഷ്ഠമായ ജലം എത്ര സമയത്താണ് ഒഴുകിയത്? എത്ര സഹാബികളാണ് അത് ഉപയോഗിച്ചത്? ആരെല്ലാമാണ് അത് കുടിച്ചത്? അതുകൊണ്ട് വുളൂ നിർവഹിച്ചത്? സാധാരണ കഴിയുന്ന സംഗതിയാണോ? എത്രയാളുടെ രോഗം സുഖപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. മറവി സുഖപ്പെട്ടില്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മറവി സംഭവിക്കുന്നത് കൊണ്ട് പരാതിപ്പെട്ടില്ലേ? തങ്ങൾ എന്ത് ചെയ്തു? ശാലി വിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നബി തങ്ങൾ എന്തോ അന്തരീക്ഷത്തിൽ നിന്ന് കോരി കിട്ടി കൊടുക്കുന്നത് പോലെ കാണിച്ചു. എന്നിട്ട് അത് നെഞ്ചോട് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞു. അതിന് ശേഷം ഒന്നും ഞാൻ മറന്നു പോയിട്ടില്ല. നബി തങ്ങൾ ഒരൊറ്റ ഹദീസും പഠിച്ചാൽ പിന്നെ മറന്നു പോകാറില്ല. അബൂ ഹുറൈറ പറയുന്നു, സ്വഹീഹായ ഹദീസല്ലേ നിഷേധിക്കാൻ കഴിയോ? ഏത് പ്രശ്നത്തിനാണ് പരിഹാരമില്ലാത്തത്? വലിയ മുറിവ് കാലിന് പറ്റിയില്ലേ? പോയിട്ട് പറഞ്ഞ് നബി തങ്ങൾ ഊതി കൊടുത്തു, പെട്ടെന്ന് സുഖപ്പെട്ടില്ലേ? ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു, ഇതൊക്കെ സഹിഹായ ഹദീസുകളല്ലേ? ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് കയറി എപ്പോഴും വീഴുന്നു. അതുകൊണ്ട് അതിന് പരിഹാരം വേണമെന്ന് പറഞ്ഞു. നബി തങ്ങൾ എന്ത് ചെയ്തു? അല്ലാഹുമ്മ സബ്ബിത്ഹു എന്ന് പറഞ്ഞ് ഒന്ന് നെഞ്ചത്ത് അടിച്ചിട്ട് അല്ലാഹുമ്മ സബ്ബിത്ഹു എന്ന് പറഞ്ഞ് പിന്നെ മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് വരെ കുതിരപ്പുറത്ത് നിന്ന് വീണിട്ടില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾക്കാണ് പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു കൊടുത്തത്. അങ്ങനെ കൊടുക്കുമെന്ന് വിശ്വസിച്ചിട്ട് പിന്നെ റസൂലുള്ളാഹിനെ വിശ്വസിക്കാനാവോ? പിന്നെ ഏതെങ്കിലും ഒരു മുഹമ്മദ് ആവൂലേ? ഏതെങ്കിലും ഒരു അബൂബക്കർ ആവൂലേ? ഏതെങ്കിലും ഒരു മനുഷ്യനാവൂലേ? അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കണമെങ്കിൽ അല്ലാഹു തആല ആ നബി മുഖേന ഇതൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കണ്ടേ? അത് വിശ്വസിക്കാൻ ഇങ്ങനെ പൂർത്തിയാകാം. تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب. ആഗ്രഹങ്ങൾ വീട്ടപ്പെടും. എത്ര സഹാബികളാണ് അവരുടെ ആഗ്രഹം തങ്ങളോട് വന്ന് പറഞ്ഞിട്ട് സഫലീകരിച്ച് എണ്ണി പറയാൻ ഒരുപാട് സമയമില്ല, ഞാൻ പറയുന്നില്ല. അന്ത്യം നന്നാകും. നബി തങ്ങളെ മുറുകെ പിടിച്ച് നബി തങ്ങളെ മുഖേന അന്ത്യം നന്നാകും. ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിക്കും. അവിടുത്തെ ശറഫാക്കപ്പെട്ട ആദരവാക്കപ്പെട്ട ആ മുഖം കാണിച്ചുകൊണ്ട് മേഘത്തോടെ മഴ തേടപ്പെടും. അപ്പോൾ മഴ വർഷിക്കും. അല്ലാഹു അങ്ങനെ കൊടുക്കും. സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയോ? അന്ന് അബ്ദുൽ മുത്തലിബിന് ഓർമ്മ വന്ന പദ്യമാണ് ഇത്. സഹീഹുൽ ബുഖാരിയിലുണ്ട്. നബി തങ്ങളുടെ ശൈശവ കാലത്ത്
മഴയില്ലാതിരിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് ആ ചെറിയ ശിശുവിനെ നിബിധങ്ങളാകുന്ന ശിശുവിനെ എടുത്ത് മേഘത്തേക്ക് കാണിക്കുമ്പോൾ മേഘം കരിയും, മേഘത്തിന് മഴ വർഷിക്കും. ഇങ്ങനെ എത്ര സംഭവങ്ങളാണുള്ളത്. എന്താണ് കുഴപ്പം? ലോകത്തൊരു കുട്ടിക്ക് മേലെ കുഴപ്പം കാണിക്കാൻ കഴിയില്ല. ഇതെന്തെങ്കിലും പറഞ്ഞിട്ട് മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യും? ഭിന്നിപ്പിക്കുകയും സ്വലാത്ത് മുടക്കുകയും ചെയ്യും. ആ പ്രവണതയൊക്കെ നിർത്തിവെക്കണം. പിന്നെ നബിതങ്ങളുടെ സ്വലാത്തില്ലമോ ആലിനെയും സഹാബത്തിനെയും പറയണമെന്നല്ല പറയണ്ടോ? നബിതങ്ങൾക്ക് ഏറ്റവും താല്പര്യം അത് സഹാബത്തിന്റെ പേരും ആലിന്റെ പേര് സ്വലാത്തി. നബിതങ്ങളുടെ സ്വലാത്തി എല്ലിയിട്ട് ആലിനെ കൂട്ടിയില്ലെങ്കിൽ കറാഹത്തുണ്ടോന്ന് വരെ പണ്ഡിതന്മാർക്കിടെ തർക്കമുണ്ട്, ചർച്ചയുണ്ട്. കറാഹത്ത് എന്ന് പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും ഉത്തമമല്ലേ അത്? പിന്നെ സ്വലാത്ത് കുറച്ചൊന്നും പോരാ. ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ. ഇത്ര കാമിലായ, ഇത്ര പൂർണ്ണമായ ഒരു സ്വലാത്ത് വേറെ കാണുക പ്രയാസമാണ്. നിങ്ങൾ ആലോചിച്ചു, ഫീ കുല്ലി ലംഹത്തിൻ ഓരോ കണ്ണീമി തുറക്കുന്ന സമയം, വനഫസിൻ ഓരോ ശ്വാസത്തിന്റെയും ഉച്ഛ്വാസത്തിന്റെയും സമയങ്ങളിൽ, ബിഅദദി കുല്ലി മഅലൂമിൻ. അല്ലാഹുവിന്റെ മഅലൂമാത്തിന് ഒരറ്റമില്ല. എത്രയാണോ നിന്റെ മഅലൂം, അള്ളാഹുവിനെ അറിയാത്ത ഒന്നുമില്ല. അവനെ ഭാവിയും ഭൂവും എല്ലാം പ്രസന്റും എല്ലാം അവന് ഒരുപോലെയാണ്. എല്ലാം ഒരുപോലെ അറിയുന്നവനാണ്. അവന്റെ മഅലൂമാത്തിന്റെ കയ്യും കണക്കും. ആ മഅലൂമാത്തിന്റെ എണ്ണം കണ്ട് സ്വലാത്ത്, സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്വലാത്താണിത്! അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻബരിജു ബിഹിൽ ഖുറബ് وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. എല്ലാം നിബിതങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, നിബിതങ്ങൾ മുഖേന ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു തരണം റഹ്മാനെ. എല്ലാ ആഗ്രഹം സഫലീകരിച്ചു തരണം റഹ്മാനെ. ഏറ്റവും വലിയ ആഗ്രഹം ഹബീബിനെ ഒന്ന് കാണലാണ്. ഞങ്ങൾക്ക് മനാമിൽ ആ ഹബീബിനെ ഒന്ന് കാണിച്ചു തരണം റഹ്മാനെ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ വരുന്നു. അഹ്യാ റബീഉൽ ഖൽബി സഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി ജാഅതി മൗലിദിഹി ശരീഫി ബശായിറു വഖവാരിഖുൽ ആദാതി ലൈലത മൗലിദി. ഇത് മങ്കൂസ് മൗലിദിലുള്ള വരികളാണ്. അത് ഉണ്ടാക്കിയത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയപ്പെടുന്ന ചരിത്രമാണ്. ഞാൻ ഖണ്ഡിതമായി പറയുന്നില്ല, എനിക്ക് ഉറപ്പില്ല. ആരായാലും ശരി, അതിൽ പറയുന്നത് ഹദീസിലുള്ളതാണ്. ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينبدي. കുറഞ്ഞ ഭക്ഷണം, അതിൽ നിന്ന് വലിയൊരു സൈന്യത്തിന് ഭക്ഷണം കൊടുത്ത് എല്ലാവർക്കും വയറ് നിറഞ്ഞു, എല്ലാവർക്കും വിശപ്പടങ്ങി. എന്നിട്ട് നേരത്തെയുള്ള കുറഞ്ഞ ഭക്ഷണം അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. അത് ഈ മൗലിദുകാരൻ ഉണ്ടാക്കിയതാണോ? സ്വഹീഹ് മുസ്ലിമിലുള്ളതല്ലേ? ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്നതല്ലേ? ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് ഉണ്ടായതല്ലേ? എത്ര ഹദീസുകളുണ്ട് അഭിഷേകമായി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറഞ്ഞത് വർദ്ധിപ്പിച്ചത് ഇതൊന്നും സ്വന്തം വകയല്ല, അല്ലാഹു തആല കൊടുക്കുന്നതാണ്. ആർക്കാണ് തടുക്കാൻ കഴിയുക? ആർക്കാണത് തടസ്സം ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം റബീഉൽ അവ്വൽ വരെയാണ്. അടുത്ത വെള്ളിയാഴ്ച രാവ് മുതൽ തന്നെ എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ 12 വരെയെങ്കിലും നമ്മുടെ ഈ നാടുകളിലും പരിസരങ്ങളിലും ഒക്കെ നടന്നു വരാറുള്ളത് പോലെ ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന്, അതിന് വലിയ ചെലവിന്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിലുള്ള ആളുകൾ ഒന്നിച്ച് ഒരു നദീമായ വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് കഴിയുമെങ്കിൽ എന്തെങ്കിലും സുഗന്ധമൊക്കെ നല്ല വാസനയൊക്കെ ആക്കിയിട്ട് ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലണം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖബറ നബിയിൽ ഹുദാ വഅവജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി.
ആ മങ്കുസ് മൗലിദിന്റെ ആദ്യത്തെ ആ അസറും ആ റിവായത്തും ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പദ്യങ്ങൾ ചൊല്ലുന്നു. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റബു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. എന്തൊക്കെയാ പറയാ, ഓരോ വരികളും വിശദീകരിച്ചാൽ മഹാനായ പേരോടുത്താൽ അവരുകൾ മങ്കുസ മൗലിദിനെ സംബന്ധിച്ച് വിശദീകരിച്ച് മുമ്പ് CD ഇറക്കിയിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മങ്കുസ മൗലിദിന്റെ കാര്യമില്ല, അതൊരുപാട് വിഷയങ്ങളുണ്ട്. അതിലപ്പുറം വേറെ ഒരുപാട് മൗലൂദുണ്ട്. സാലന കുറഞ്ഞൊരു മൗലൂദുണ്ട്, അതായത് പദ്യം കുറഞ്ഞൊരു മൗലൂദുണ്ട്, പ്രസിദ്ധമായ മൗലൂദ്. അത് മൗലൂദാ. സുബ്ഹാനല്ലാഹ്. ബർസഞ്ചി മൗലൂദ്, ജഅഫറുൽ ബർസഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച മൗലൂദാണ്. അബ്തദിഉൽ ഇംലാഅ ബിസ്മില്ലാഹിൽ അലിയ്യ മുസ്തമിദൻ ഫൈദൽ ബറകാതി അലാ മാ അനാലഹു വ ഔലാ وأصلي بحمد موارده هنيا صائغة هنيا ممتديا من الشكر الجميل مطايا. എന്തൊരു ഭംഗിയാണ് ആ മൗലിദ് കുട്ടികൾക്ക് ഓതിക്കൊടുക്കുന്ന കിതാബ് തന്നെയാണത്. അതിന്റെ പ്രയോഗങ്ങളും അതിലുള്ള വേർഡുകളും ലഫ്ളുകളും എന്തെല്ലാം പ്രയോഗങ്ങളാണ്, എന്ത് ഭംഗിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഇങ്ങനെ വഴിക്ക് വഴിയായി ഇതേ ശൈലിയിൽ ആ മൗലിദ് തീരുന്നത് വരെ അത്തിരില്ലാഹുമ്മ ഖബറഹുൽ കരീം ബിഅർബിൻ ശദീൻ മിൻ സ്വലാത്തിൻ വതസ്ലീം അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. ഇങ്ങനെയാണ് ശൈലി. കുറെ വിഷയങ്ങൾ പറഞ്ഞ് അങ്ങനെ ഈ സ്വലാത്ത് അത്തിരില്ലാഹുമ്മ ഖബറഹുൽ കരീം ബിഅർബിൻ ശദീൻ മിൻ സ്വലാത്തിൻ വതസ്ലീം. എന്നിട്ട് കുറച്ച് നബിതങ്ങളുടെ മദ്ഹികൾ പറയും. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പര ആ ശൃംഖലയെ സംബന്ധിച്ച് പറയും. അതാരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 ബാപ്പമാരുടെ ആ ശൃംഖല നസബുൻ തഹസബുൽ ഉലാബി ഹുലാഹു ഖലദത്ഹാ നുജൂമഹൽ ജൗസാഉ. ഹംസിയ എന്ന് പറഞ്ഞൊരു വലിയ പദ്യസമാഹാരമുണ്ട് ഇമാം ബൂസ്കൂരി തങ്ങളുടേത്. ബുർദ മാത്രമല്ല, ബുസ്രിമ ഉണ്ടാക്കി കുറച്ചൊന്നല്ല റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് മദ്ഹ് പാടിയത്. ഇത് ബുർദയുള്ള ബൈത്തിനേക്കാളും കൂടുതൽ ബൈത്തുകളുള്ള വലിയൊരു ബൈത്താണ്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതിന്റെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. നിരവധി പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഖസീദത്തുൽ ബുർഖുദ്ദാഹിന് ശറഹ് എഴുതിയ ആളുകളെ എണ്ണി പറഞ്ഞാൽ ഇപ്പോ അരമണിക്കൂർ പറയേണ്ടില്ല. അത്രയും പണ്ഡിതന്മാർ ഖസീദത്തുൽ ബുർഖുദ്ദാഹിന് എന്തിട്ടുണ്ട്, ശറഹ് എഴുതിയിട്ടുണ്ട്. ചില ആളുകൾക്ക് ബുർദാണ് കേൾക്കുമ്പോൾ എന്താ മുഖം ചുളിക്കുന്നത് കണ്ട. ലോക പണ്ഡിതന്മാർ അതിന്റെ പിന്നാലെ കൂടി ഇരിക്കുകയാണ്. ആ ബുർദ എന്ന് പറഞ്ഞാൽ ചെറുതല്ല, ഹംസിയ ചെറുതല്ല. അതുകൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നമ്മുടെ വീടുകളിൽ വെച്ച് ചെല്ലണം. പിന്നെ മൗലിദ് കഴിക്കുന്ന ഓരോരുത്തരുടെ കൈവനുസരിച്ച് കൊണ്ട് കഴിച്ചാൽ മതി. ആരും ശക്തി കളിക്കൊന്നും കഴിക്കേണ്ടിയില്ല. ഓരോരുത്തരുടെ കൈവനുസരിച്ച് കൊണ്ട് ആത്മാർത്ഥതയോടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മഹബത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ അള്ളാഹിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് മൗലിദ് കഴിച്ചാൽ മതി. അതിന് ഇത്ര കണക്കൊന്നുമില്ല. അതേസമയത്ത് ഈ 12 ദിവസമെങ്കിലും നമ്മുടെ വീടുകളിൽ ഒരു ചലനം ഉണ്ടാകണം. നമ്മുടെ വീടുകളിൽ മദ്ഹ് ചൊല്ലണം. അത് മുമ്പേ നടന്നു വരുന്ന ഏർപ്പാടാണ്. അത് വലിയ ബർക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وصحبه سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الراحمين يا الله ملك الملوك يا الله
ഞങ്ങൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ ജന്നത്തെ സംബന്ധിച്ച്, ജന്മമാസത്തെ സംബന്ധിച്ച്, അവിടുത്തെ മദ്ഹിന്റെ മഹത്വത്തെ സംബന്ധിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഹബീബായ തങ്ങളുടെ അടുക്കൽ ഞങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ടാകാൻ നീ കാരണമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ധാരാളമായി മദ്ഹ് ചെയ്യാൻ ഞങ്ങളുടെ നാവിന് നീ ശക്തി നൽകണേ അല്ലാഹ്. അവിടുത്തെ ഹദ്റത്തിലേക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഹദിയ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഏറ്റവും ഞാനുമായി അടുത്ത ആള് എന്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളാണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, പരലോകത്ത് ഔക്കോടെ ഞങ്ങൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. തങ്ങളോട് അടുത്ത ആളാണ് എന്ന ഹബീബായ തങ്ങളെ പോയി സമീപിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഹബീബിന്റെ മീലാദ്, ആ മീലാദിന്റെ മാസം കൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുകയാണ്. അവിടുത്തെ മഹത്വം അനുസരിച്ച് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. എന്താണോ ഞങ്ങൾ അതിന്റെ പേരിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അതൊക്കെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അവിടുന്ന് ജനിച്ച മാസം അറിയാത്ത ഒരു കാലം ഇവിടെ കഴിഞ്ഞു പോയിരുന്നു. പിന്നീട് നീ നിഅമത്ത് ചെയ്ത മഹാനായ പേരൂർത്താദ് അവர்கள் മുഖേന സഹപ്രവർത്തകരുടെ ഒരുപാട് ആളുകളുടെ സഹായത്തോടെ ഇങ്ങനെ ഒരു വെളിച്ചം ഈ നാട്ടിലുണ്ടായി. അല്ലാഹുവേ, നീ നിലനിർത്തണം റഹ്മാനെ. അല്ലാഹ്, അന്ന് ഉണ്ടായിരുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയി. അവരുടെ ഖബറുകൾ സ്വർഗമാക്കണം റഹ്മാനെ. ഈ മാസത്തിൽ തന്നെയാണ് 12-ന്റെ അന്ന് തങ്ങൾ മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, അതുപോലെ ആരെല്ലാം ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് മൺമറഞ്ഞു പോയോ, പേര് പറയാൻ ഒരുപാടുണ്ട്. എല്ലാവരുടെയും ഖബറിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, മറ്റ് കുടുംബാംഗങ്ങൾ, ഉസ്താദുമാര്, ശിഷ്യന്മാർ, മറ്റ് ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരുടെയും ബർദഖിയ ലോകത്ത് റാഹത്ത് നൽകണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. തെറ്റുകുറ്റങ്ങളൊക്കെ ഒരുപാട് ചെയ്തു പോയവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്, സാധുക്കളാണ് ഞങ്ങൾ. അവരും നിന്റെ നിന്റെ അടിമകളാണ്. ഞങ്ങളെല്ലാവരും നിന്റെ പാവപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. എന്ത് തെറ്റുകുറ്റങ്ങൾ അവരിൽ നിന്നോ ഞങ്ങൾ വന്നു പോയോ നീ പുറത്ത് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. തഖ്വയോടുള്ള ജീവിതം നൽകണേ അല്ലാഹ്. സൽസ്വഭാവികളാക്കണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ടമായ സ്വഭാവങ്ങൾ ഉൾക്കൊണ്ട് അവിടുത്തെ സുന്നത്തുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും സിഹ്ഹത്തും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാ കടങ്ങളും കടപ്പാടുകളും വിട്ടുതരണേ അല്ലാഹ്. ഞങ്ങളുടെ കാഴ്ചയും കേൾവിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ചിന്താശക്തിയും ചലനശക്തിയും എല്ലാ ഖുവ്വത്തുകളും ശക്തികളും ഞങ്ങൾക്ക് പൂർണ്ണമായ നിലക്ക് നിലനിർത്തി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഇൽമ് ധാരാളം പറയാനും പ്രചരിപ്പിക്കാനും പഠിക്കാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ ഹബീബായ തങ്ങളെ മദ്ഹ് ചെയ്ത എത്രയോ മഹാന്മാർ മാതിഹികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാനെ. ഹബീബായ തങ്ങളുടെ ചാരത്തിൽ എത്തിച്ചേരാൻ പലപ്പോഴും ഞങ്ങൾക്ക് അവസരം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഉംറക്ക് പോകാൻ ഇന്ന് രാത്രി പുറപ്പെടുന്നവരുണ്ട്. നമ്മുടെ സയ്യിദ് ഹസൻ തങ്ങളും അതുപോലെ ഉമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യയും അനുജൻ ആബിദ് തങ്ങളും അങ്ങനെ പലരും യാത്ര പോകുന്നുണ്ട്. അല്ലാഹുവേ, കടവത്തൂരുള്ള പുന്നപ്പനോസിലെ അയാളുടെ ഭാര്യ പോകുന്നുണ്ട്. അങ്ങനെ ബന്ധപ്പെട്ടവരും അല്ലാത്തവരും ഇന്ന് തന്നെ ഉംറക്ക് പുറപ്പെടുകയാണ്. മദീനയിലേക്ക് 12-ന് എത്താനുള്ള പ്ലാനാണ്. അല്ലാഹുവേ, അവർക്ക് എല്ലാ സ്ഥലത്തും നിന്റെ കാവൽ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നേതൃത്വം നൽകുന്നവർക്ക് നീ എല്ലാവിധ തൗഫീഖും നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് പലപ്പോഴും അവിടെ എത്താൻ ഭാഗ്യം തരണം റഹ്മാനെ. ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് തരണം റഹ്മാനെ. ഇതുവരെ അവിടെ എത്തിയിട്ടില്ലാത്ത മുഴുവൻ ആളുകൾക്കും അടുത്ത ഭാവിയിൽ തന്നെ ഈ മദ്ഹ് പറഞ്ഞ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീഖ് നൽകണം റഹ്മാനെ.
അല്ലാഹുവേ ഭാര്യയെയും കൂട്ടി ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, എളുപ്പം ചെയ്യണം റഹ്മാനെ. അതിന്റെ വഴികൾ നീ തുറക്കണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാ മുസീബത്തുകളിലും ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഹബീബായ നബി തങ്ങളുടെ മാസം വരുന്നു, ലോകത്ത് സമാധാനം നിലനിർത്തി തരണം റഹ്മാനെ. ഞങ്ങളുടെ നാടുകളിൽ സമാധാനം നിലനിർത്തണം റഹ്മാനെ. ഐശ്വര്യം നൽകണം റഹ്മാനെ. പനിയും രോഗങ്ങളും കണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ. എല്ലാ വ്യാധികളും നീ മാറ്റി തരണം റഹ്മാനെ. അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലായി ആരോഗ്യത്തോടെ തഖ്വയോടെ ഇസ്സത്തോടെ ദീർഘായുസ്സ് നൽകി ആഖിബത്ത് നന്നാക്കി ഭരിപ്പിച്ച് സ്വാലിഹീങ്ങളോടുകൂടെ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.